ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിക്കുക, വറ്റൽമുളക് ഇടുക, കറിവേപ്പില ഇടുക, ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇടുക, ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുക, പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക, ഒപ്പം ഉപ്പിട്ട് ചേർത്ത് വഴറ്റിയെടുക്കുക. ഒന്ന് വാടി വരുമ്പോഴേക്കും കുഞ്ഞു പീസുകളാക്കി കൊത്തിയെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കുക. കഷ്ണങ്ങളിലും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറിയിറങ്ങുന്നതായിരിക്കും. അതിനുശേഷം അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക ആവിയിൽ. പകുതി വെന്ത ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല മുതലായവ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. വെള്ളം വറ്റി ഒരുവിധം വെന്ത ശേഷം നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ചിരകി വെച്ച തേങ്ങയിലേക്ക് കഷ്ണത്തിൽ ചേർത്ത് അതേ കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, അതിനൊപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ജീരകം ഒരൽപ്പം ചതച്ചത്, ഒപ്പം കറിവേപ്പില കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ചിക്കൻ തോരൻ റെഡി.